ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഇൻഡക്ഷൻ കുക്കർ ഗ്ലാസ് പൊട്ടിയത് മാറ്റുന്ന രീതിയാണ്. അപ്പം ആദ്യം നമുക്ക് ചെയ്തേണ്ടത് ഈ പൊട്ടിയ ഭാഗം നമുക്ക് ഈ ആക്ഷൻ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കളഞ്ഞതാണ്, ഇനി ഇതുകൂടി കളയണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് കൂടി ഒന്ന് കളയാം. വളരെ സിമ്പിളാണ്. കത്തിയോ നല്ല മൂർച്ചയുള്ള കത്തിയോ അല്ല മറ്റോ ഉപയോഗിച്ച് കൈമ തട്ടാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇതുപോലത്തെ ചെയ്യാൻ. ഗ്ലാസ് ഇളകിയിട്ടുണ്ട്. അടിയിൽ ഗമ്മായിരിക്കും. ആ ഗമ്മ് കളഞ്ഞാൽ ഇത് ഗ്ലാസ് പോരുന്നതാണ്. ഇനി ചെയ്യാനുള്ളത് ഈ 4 ഭാഗത്തെ പശ ഒരതിക്കളയുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരതിക്കളയുക. ഞാൻ ഉപയോഗിക്കുന്നത് ആക്ഷൻ ബ്ലേഡാണ്. നമ്മൾ മുമ്പ് ഉപയോഗിച്ച ആക്ഷൻ ബ്ലേഡ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ കത്തിയാണോ മറ്റുള്ള ഉപകരണം എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഇതിൻ്റെ പശകളൊക്കെ നമ്മൾ ഒരുവിധം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് പാകമുള്ള ഒരു ഗ്ലാസ്, ഒരു പഴയ ഗ്ലാസ്. സ്ക്രാപ്പുകളിൽ ആക്രികടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, കുറഞ്ഞ വിലക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് കത്തി മുറിച്ചുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് 4 സൈഡ് ഗ്ലാസ് പൊട്ടാത്ത രീതിയിൽ, പിന്നെ നമ്മളെ കയ്യും സൂക്ഷിക്കുക പ്രത്യേകം. കൈയൊന്നും സംഭവിക്കാത്ത രീതിയിൽ അങ്ങനെ ചെയ്യുക. ഇതുപോലെ 4 ഭാഗവും ഇതുപോലെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പോരുന്നതാണ്. അതിനുശേഷം ഗ്ലാസ് നമുക്ക് ഇതിന്മേൽ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ പാകമുള്ളത് തന്നെയാണോ എന്ന്. ഇതൊരു സെറാമിക് പ്ലേറ്റാണ്. പിന്നെ ഈ 4 ഭാഗത്തെ ഈ പശ നമുക്ക് കളയണം. അപ്പോൾ ഇതിന് പാകമുള്ളതാണ്. ഇനി നമുക്ക് ഈ 4 ഭാഗത്തെയും പശകൾ കളയണം. ഇനി നമുക്ക് അറാൾഡൈറ്റ് പറഞ്ഞ ഈ 2 പശ മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ പശയാണ് ഇതിനുപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ ഗ്ലാസ് മുന്നിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അറാൾഡൈറ്റാണ് ഏറ്റവും നല്ലത്. കാരണം ചൂടാകുമ്പോഴും പശ പെട്ടെന്ന് ഗ്ലാസ് ഇളകി പോരാനുള്ള
സാധ്യതയില്ല, നല്ല പശയാണ്. ഇത് രണ്ടും ഒരേ അളവിൽ എടുത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം ഇതിന് സ്ട്രോങ് കൂടുന്നതാണ്. ഈ പശയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ വിധം ഒരു കളറ് ഇതുപോലെ വെള്ള കളറാവും. അപ്പോൾ ഏകദേശം നമുക്കത് ഇതിൽ പിടിപ്പിക്കാം. ഈ ഗ്ലാസ്സിൽ സെറാമിക് പ്ലേറ്റുമിൽ നമുക്കതിനെ 4 സൈഡിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ 4 ഭാഗവും പശ ചെല്ലാത്ത നല്ല ഭാഗമൊക്കെ നല്ല പശ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക.
പശ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിക്കൂർ ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. ഒരു 6 മണിക്കൂറിന് ശേഷം ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.